സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ ശരണം. കൃഷ്ണഗിരി ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് വഴിപാടുകൾ നടത്താറുണ്ടല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ മാത്രമേ ചെയ്യാവൂ, നേർന്നു വെക്കാവൂ. കാരണം ഒരുപാട് വലിയ വഴിപാടുകൾ നമ്മൾ നേർന്നു വെച്ചാൽ അത് നടത്താൻ പറ്റാതാകുമ്പോൾ അതും ഒരു വിഷമമാകും. ഇനി ദേവീ പ്രീതിക്കായി ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ച് പറയാം. മധുരപ്രിയയാണ് എല്ലാ ദേവിമാരും. സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രപ്രിയയാണ്, ആഡംബരപ്രിയയാണ്, ആഭരണപ്രിയയാണ്. അതുപോലെ തന്നെ മധുരപ്രിയയാണ് ദേവി. ദേവിക്ക് ചെയ്യുന്ന പായസം പലതരത്തിലുണ്ട്. കൂട്ടുപായസം, കടും പായസം, അറുനാഴി പായസം, അതിമധുര പായസം. അതിമധുര പായസം എന്നാൽ ഭയങ്കര മധുരമാണതിന്. അതിൽ ശർക്കരയുടെ അളവ് വളരെ കൂടുതലാണ്. എന്തിനാണ് പായസം ഇങ്ങനെ പല രീതിയിൽ ദേവിക്ക് നേദിക്കുന്നത്? ദേവി മധുരത്തെ അത്രയ്ക്കിഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ്. അറുനാഴി പായസം ദേവിക്ക് കഴിച്ചാൽ സർവാഭീഷ്ട സിദ്ധി എന്നാണ് പറയുന്നത്. ഐശ്വര്യം, സമ്പത്ത്, ധനം, സമാധാനം, സന്തോഷം, ആകർഷണം ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ദേവിക്ക് ഒരുണ്ട ശർക്കര വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ നിവേദിച്ചാൽ, എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ആകാം ട്ടോ. വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ടാണ് വെള്ളിയാഴ്ച എന്ന് എടുത്തു പറഞ്ഞത്. നമ്മളുടെ അഭീഷ്ടസിദ്ധി ഉറപ്പായി നടന്നിരിക്കും. വിവാഹ തടസ്സം, ദാമ്പത്യ പ്രശ്നം, മാനസിക വിഷമങ്ങൾ, തൊഴിൽ പ്രശ്നം, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം എന്തു തന്നെ ആയാലും ദേവിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല അതിശക്തമായ വഴിപാടാണ് ശർക്കര നേദ്യം. ഒരു 100 ഗ്രാം ശർക്കര ആയാലും മതി. ഒരു 10 രൂപയിൽ കൂടുതൽ അതിന് ചിലവും വരുന്നില്ല. ഇത് അമ്പലത്തിൽ കൊണ്ടുപോയി ദേവിയുടെ നടക്കൽ വെച്ച് ആ തിരുമേനിയോട് അതൊന്ന് നേദിച്ച് തരാൻ പറയുക. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗുരുവായൂരപ്പന് പഞ്ചസാര നേദ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, അത് നമുക്ക് എത്ര ഫലം തരുന്നുണ്ടോ, അതുപോലെ തന്നെ ദേവിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് ശർക്കര നേദ്യം. ചോറ്റാനിക്കര അമ്പലത്തിൽ വെള്ളിയാഴ്ച വരുന്നവരുടെ കയ്യിൽ, മിക്ക ആളുകളുടെ കയ്യിലും ശർക്കര പൊതി കാണാറുണ്ട്. അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ളതാണത്. ഞാനും പോയി വെക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിച്ച് തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മ അനുഗ്രഹിക്കും. ഭഗവതിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ ഫലം ഉറപ്പാണ്. നമ്മളുടെ അമ്മയോട് നമ്മൾ ഒരാഗ്രഹം പറയുന്നത് പോലെ തന്നെ ദേവി നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്ന് തൊഴുതിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നതാണ്. ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുണ്ട ശർക്കര അമ്മയ്ക്കായി കൊണ്ടുപോകാൻ മറക്കല്ലേ. ആ തിരുനടയിൽ വെച്ച് അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അമ്മേ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തരണേ. പെറ്റമ്മയോട് പറയുന്നത് പോലെ തന്നെ ഞാൻ അമ്മയോട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ മഹാദേവിയേ നമഃ.